നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ 34ാമത്തെ എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആറിനെ പറ്റിയാണ്. ആറിനെ പറ്റി പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്, അതായത് എപ്പിസോഡ് 29 നമ്മൾ ഈസിനെ പറ്റി എടുത്തിട്ടുണ്ട്. ഈസിനെ പറ്റി തീർച്ചയായിട്ടും പറയണം. ഈസിനും ആറിനും ഒരേ അർത്ഥം തന്നെയാണ്, ഒരേ ആശയം തന്നെയാണ്, ഒരേ ടെൻസിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതായത് പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നതാണ് ഈസും ആറും. ഒരേ ആശയം തന്നെയാണ്. അതായത് ടു ബിയുടെ ഒരു ഫോർമേഷനാണ് ഈസും ആറും. ടു ബിയുടെ അർത്ഥം എന്ന് വെച്ചാൽ ആയിരിക്കുക എന്നാണ്. അതിൻ്റെ ഒരു ഫോർമേഷനാണ് ഈസും ആറും. സെയിം ആശയമാണ്. ഈസ് നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നത് ഞാൻ ഓടുന്നു, ഞാൻ ചാടുന്നു, ഇത് ഇന്ന ആളാണ്, ഇത് ഇന്ന സാധനമാണ് എന്നിങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈസ് ഉപയോഗിച്ചിരുന്നത്. അതേ ഉപയോഗം തന്നെയാണ് നമ്മൾ ആറിനുള്ളത്. ഞാൻ ഓടുകയാണ്, ചാടുകയാണ്. നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ പറയുന്ന കാര്യങ്ങൾ ആശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഇന്നതാകുന്നു എന്നിങ്ങനെ ആശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈസും ആറും ഉപയോഗിക്കും. സെയിം ആശയം തന്നെയാണ്, പക്ഷേ ചെറിയൊരു വ്യത്യാസം മാത്രം. ഈസ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ മുമ്പത്തെ എപ്പിസോഡിൽ പറയുന്നതിൻ്റെ കൂട്ട് സബ്ജക്റ്റ്, അതായത് ചെയ്യുന്ന ആൾ ഒരാളാണെങ്കിലാണ് നമ്മൾ ഈസ് ഉപയോഗിക്കുന്നത്. പക്ഷേ ചെയ്യുന്ന ആൾ സബ്ജക്റ്റ് ഒന്നിൽ കൂടുതൽ ആളുകളാണെങ്കിൽ അവിടെ നമ്മൾ ആറും ഉപയോഗിക്കും. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അർത്ഥങ്ങളെല്ലാം സെയിമാണ്, ഉപയോഗവും സെയിമാണ്. ഈസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരാളെ പറ്റി സംസാരിക്കുമ്പോഴാണ്. ആറ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റി സംസാരിക്കുമ്പോഴാണ്. ഇത്രയേ ഉള്ളൂ ഈസും ആറും. വളരെ സിമ്പിളാണ്. നമുക്കിനി ഡയറക്റ്റ് എക്സാമ്പിൾ സെൻറ്റൻസിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ അതേപോലെ ഒന്ന് ശ്രദ്ധിക്കുക, ആറ് എപ്പോഴും യുവിൻ്റെ കൂടെ എപ്പോഴും ആറ് യൂസ് ചെയ്യത്തുള്ളൂ. അതേപോലെ ദേയുടെ കൂടെ എപ്പോഴും ആറ് യൂസ് ചെയ്യത്തുള്ളൂ. അത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ടായി വരും, നോ പ്രോബ്ലം. നമ്മൾ എക്സാമ്പിൾ ഇപ്പോൾ ഓൾറെഡി കുറച്ച് ഇംഗ്ലീഷൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ നോർമലി നമ്മൾ യുവിൻ്റെ കൂടെ എപ്പോഴും ആറ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ യുവിൻ്റെ കൂടെ ഇന്നേ വരെ നമ്മൾ ഈസ് ഉപയോഗിച്ചിട്ടില്ല. അത് നമ്മളുമായിട്ട് ഒരിക്കലും അറ്റാച്ച് അല്ല. അതുകൊണ്ട് പേടിക്കേണ്ട. ഇങ്ങനത്തെ ഗ്രാമർ സംഭവങ്ങളൊക്കെ നമ്മളുമായിട്ട് പകുതിയിലേറെ ഗ്രാമറുകൾ നമ്മളറിയാതെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അറിയാം. അതിനെപ്പറ്റി പേടിക്കേണ്ട. അറിയാത്തവർക്കായാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട്, അറിയാത്തവരാരും ഇല്ലെന്നറിയാം, അറിയാത്തവരായാലും നോ പ്രോബ്ലം. നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതെല്ലാം തന്നെ അറിഞ്ഞു വരും. നമ്മൾ യൂസ് ചെയ്യത്തില്ല, യുവിൻ്റെ കൂടെ ഈസ് ഒരിക്കലും യൂസ് ചെയ്യത്തില്ല. അതിനെപ്പറ്റി പേടിക്കേണ്ട. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ആറിൻ്റെ കൂടെ എപ്പോഴും യു ആയിരിക്കും വരുന്നത്, അതേപോലെ ദൈവം ആയിരിക്കും വരുന്നത്. ദൈയുടെ കൂടെ ആറായിരിക്കും വരുന്നത്, നോ പ്രോബ്ലം. ഇവയെല്ലാം ഈ ബഹുവചനങ്ങളെ സൂചിപ്പിക്കുന്നതായതുകൊണ്ടാണ്. യു എന്ന് വെച്ചാൽ നിങ്ങളും അർത്ഥം വരും. അതുകൊണ്ട് അത് ബഹുവചനമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. യുവിനെ ഒരാളെയും പറയും, ഒന്നിൽ കൂടുതൽ ആളുകളെ നമ്മൾ യു എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ ആകെ ഒരു വേർഡേ ഉള്ളൂ യുവിന്, നിങ്ങളെന്ന് പറയാൻ വേണ്ടിയിട്ട്, നീയെന്നും പറയാൻ വേണ്ടിയിട്ട്. അതിനെ ഗ്രാമാറ്റിക്കലി ഇംഗ്ലീഷ് ഗ്രാമാറ്റിക്കലി അതിനെ ബഹുവചനമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അതിനെപ്പറ്റി ടെൻഷൻ അടിക്കുക വേണ്ട. സിമ്പിളാണ്. നമുക്ക് എക്സാമ്പിൾ സെൻറ്റൻസിലോട്ട് കയറാം. വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഒന്നാമത്തെ എക്സാമ്പിളിലോട്ട് പോകാം. ദേ ആർ സ്ലീപ്പിംഗ്, അവർ ഉറങ്ങുകയാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. നമ്മൾ ജസ്റ്റ് കോൺവെർസേഷനിലെ സംഭാഷണമാണ്. അവരെവിടെയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും അവർ ഉറങ്ങുകയാണ്, അവരപ്പുറത്ത് മാർക്ക് കിടന്ന് ഉറങ്ങുകയാണ് എന്നൊരാശയമാണ്, അർത്ഥമാണ് അതിനുള്ളത്. ദേ ആർ സ്ലീപ്പിംഗ്. എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സംസാരിക്കുന്നതാണ്, പ്രസൻറ്റ് ടെൻസ് ആണ്. നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈസും ആറും ഉപയോഗിക്കുന്നത്. ഞാൻ ചെയ്യുകയാണ്, ഓടുകയാണ്, ഇന്ന സാധനമാകുന്നു എന്നിങ്ങനെ ആ ആശയം വരാൻ വേണ്ടിയിട്ടാണ് ഈസും ആറും യൂസ് ചെയ്യുന്നത്. ഓർത്ത് വിചാരിക്കുക. ഇനി അങ്ങനത്തെ ആശയങ്ങളായിരിക്കും വരുന്നത് പ്രസൻറ്റ് ടെൻസിൽ. ജസ്റ്റ് നോക്കിയോ, ദേ ആർ സ്ലീപ്പിംഗ്, അവർ ഉറങ്ങുക. അവരെവിടെയെന്ന് ഒരാൾ ചോദിക്കും, അവർ ഉറങ്ങുകയാണ് നമ്മൾ പറയുകയാണ്. ദേ വന്നുകൊണ്ടാണ് അവിടെ ആറ് വന്നത്. വളരെ സിമ്പിളാണ്. ജസ്റ്റ് പോകാം. ദേ ആർ സ്ലീപ്പിംഗ്, അവർ ഉറങ്ങുകയാണ്. അടുത്തത് ദേ ആർ ആക്ടേഴ്സ്. നമ്മൾ ചോദിക്കും അവരാരാണെന്നുള്ള ഒരാൾ നമ്മളോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറയും അവർ ആക്ടേഴ്സാണ്, ഫിലിം ആക്ടേഴ്സാണ്. അപ്പോൾ ഞാൻ പറയുക ദേ ആർ ആക്ടേഴ്സ്, അവർ ആക്ടേഴ്സാണ് എന്ന് ഞാൻ പറയുന്ന ആ സംഭാഷണമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദേ ആർ ആക്ടേഴ്സ്, അവർ ആക്ടേഴ്സാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ആശയം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ദേ വന്നതുകൊണ്ടാണ് അവിടെ ആറും വന്നത്. വളരെ സിമ്പിളാണ്, ഈസിയുമാണ് പഠിക്കാൻ. നമുക്കിനി അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. അപ്പോൾ എന്നോട് ചോദിക്കുക, ഇന്ന ആട്, അതായത് നിൻ്റെ ബ്രദറിൻ്റെ ഷൂ ഏത് കളറാണെന്ന് എൻ്റെ അനിയൻ ചോദിക്കുക. എൻ്റെ മൂത്ത ബ്രദറിൻ്റെ ഷൂ ഏത് കളറാണ്? ഞാൻ പറയുക ഹിസ് ഷൂസ് ആർ ബ്ലാക്ക്, അവൻ്റെ ഷൂസ് കറുപ്പ് നിറമാണ്. ഹിസ് ഷൂസ് ആർ ബ്ലാക്ക്, അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഹിസ് ഷൂസ് ആർ ബ്ലാക്ക്, അവൻ്റെ ഷൂസ് കറുപ്പ് നിറമാണ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അടുത്തത്, ഞങ്ങൾ ഒരു സിനിമയ്ക്ക് പോവുക. അപ്പോൾ സിനിമയ്ക്ക് പോയി ടിക്കറ്റെല്ലാം ബുക്കായിപ്പോയി, സീറ്റെല്ലാം ബുക്കായിപ്പോയി. അപ്പോൾ ഞാൻ പറയും, എൻ്റെ ബ്രദറിനോട് പറയുക, ആ സീറ്റെല്ലാം ബുക്കായിപ്പോയി. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഓൾ ദ സീറ്റ് ആർ ബുക്ക്ഡ്, എല്ലാ സീറ്റും ബുക്കായിപ്പോയി. ഓൾ ദ സീറ്റ് ആർ ബുക്ക്ഡ്, എല്ലാ സീറ്റും ബുക്കായിപ്പോയി എന്നാണ് ആ സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ സീറ്റ്സ് കസേരകൾ, ഒരുപാട് കസേരകളെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ആറ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. നമ്മളറിയാതെ തന്നെ ആറ് പഠിച്ചുകൊണ്ടാണ് പോകുന്നത്. ഡോണ്ട് വറി, വളരെ സിമ്പിളാണ്. നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സുമായിട്ട് അങ്ങ് അറ്റാച്ച് ആയിക്കോളും. ഡോണ്ട് വറി.
നമുക്കിനി അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. അടുത്തത് ദ വർക്കേഴ്സ് ആർ ഓൺ സ്ട്രൈക്ക്. നമ്മൾ പറയത്തില്ല, നമ്മൾ കോവർക്കേഴ്സൊക്കെ എവിടെ നിന്ന് ഒരു ദിവസം പെട്ടെന്ന് അവർ സമരത്തിന് പോയി. അപ്പോൾ നമ്മുടെ സുഹൃത്ത് ചോദിക്കും അവരൊക്കെ എവിടെയെന്ന് ചോദിക്കും. ഞാൻ പറയുക അവരൊക്കെ സമരത്തിലാണ്. ദ വർക്കേഴ്സ് ആർ ഓൺ സ്ട്രൈക്ക്. പണിക്കാരെല്ലാം സമരത്തിലാണ്. ദ വർക്കേഴ്സ് ആർ ഓൺ സ്ട്രൈക്ക്. സ്ട്രൈക്ക് എന്ന് വെച്ചാൽ സമരം എന്നാണ് അർത്ഥം. സ്ട്രൈക്ക് ഓൺ അവർ ഒരു പ്രോബ്ലമൊക്കെ ഉണ്ടാകും, നമ്മൾ സമരം ചെയ്യുമല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. ദ വർക്കേഴ്സ് ആർ ഓൺ സ്ട്രൈക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നൊരു വേർഡാണ് യു ആർ സോ ബ്യൂട്ടിഫുൾ. നമ്മൾ ലേഡീസ് ഗേൾസിനെ കണ്ടാൽ നമ്മൾ പറയത്തില്ലേ യു ആർ സോ ബ്യൂട്ടിഫുൾ എന്ന്. ആ ഒരു ആശയമാണത്. യു വന്നുകൊണ്ടാണ് അവിടെ ആറ് വന്നിരിക്കുന്നത്. യു ആർ സോ ബ്യൂട്ടിഫുൾ, നീ ഭയങ്കര സുന്ദരിയാണ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിളാണ്. അടുത്തത് യു ആർ സോ ബ്യൂട്ടിഫുള്ളൊക്കെ നമ്മൾ ജസ്റ്റ് പറയാൻ വേണ്ടിയിട്ടില്ല, നമ്മൾ ലൈഫിൽ യൂസ് ചെയ്യാൻ വേണ്ടിയില്ല. നമ്മളൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്ന വേർഡുകളാണ് എഴുതി വെക്കുന്നത്. ഇനി ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പറയുമ്പോൾ ധൈര്യമായിട്ട് ഈ സെൻറ്റൻസുകൾ, ഈ ആശയങ്ങൾ ചേർത്ത് നിങ്ങൾ പറഞ്ഞോണം. വളരെ എളുപ്പമാണ്. സോ റിവൈസിങ് ആണ് ബെസ്റ്റ്. സോ നമുക്ക് അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. ആർ യു ഓൾ റൈറ്റ്. അതൊരു നോർമൽ ടോക്ക് സംസാരമാണ്. ആർ യു ഓൾ റൈറ്റ് നമ്മൾ സാധാരണ പറയുന്നത് നമ്മൾ എന്തെങ്കിലും ടെൻഷനൊക്കെ അടിച്ചിരിക്കുവാണെങ്കിൽ നമ്മളോട് വന്ന് ഓരോരുത്തർ ചോദിക്കും ആർ യു ഓൾ റൈറ്റ്, പ്രശ്നമൊന്നും ഇല്ലല്ലോ, നീ എന്തിനാ ടെൻഷൻ അടിച്ചിരിക്കുന്നത്, നിനക്ക് പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ എന്നൊരാശയമാണ് ആർ യു ഓൾ റൈറ്റിനുള്ളത്. നോക്കി വെക്കുക, നമുക്ക് ആവശ്യം വരുന്ന സെൻറ്റൻസാണ്. നമ്മളെപ്പോഴും ഡെയിലി എപ്പോഴും എല്ലാവരും യൂസ് ചെയ്യുന്നവരാണ് ആർ യു ഓൾ റൈറ്റ്. നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, നമ്മളും ചോദിച്ചിട്ടുണ്ട് പലരോടും ടെൻഷനൊക്കെ അടിച്ചിരിക്കും ആർ യു ഓൾ റൈറ്റ്, കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ. ഒരാൾ വിഷമം ചിരിച്ച് കാണുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഒരു സുഖാന്വേഷണ വേർഡാണ് ആർ യു ഓൾ റൈറ്റ്, കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്നാണ് അതിൻ്റെ മീനിങ്. അടുത്തത് എൻ്റെ കൂട്ടുകാരൻ ചോദിക്കുക അത് ആരുടെ ഷൂ ആണ്. അപ്പോൾ ഞാൻ പറയുക അത് എൻ്റെ ഷൂ ആണെന്ന് പറഞ്ഞൊരു ആശയമാണ് എഴുതിയിരിക്കുന്നത്. ദോസ് ആർ മൈ ഷൂസ്, അതെൻ്റെ ഷൂ ആണ്. ദോസ് എന്ന് വെച്ചാൽ ഒരു ബഞ്ച് ഓഫ് സാധനങ്ങളെ കാണിക്കാൻ വേണ്ടി ഇംഗ്ലീഷിൽ പറയുന്ന വേർഡാണ് ദോസ്. അത് ഒരു ബഞ്ച് ഓഫ് സാധനങ്ങൾ കാണിക്കാൻ വേണ്ടി. ഇപ്പോൾ ഷൂസ് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ദോസ് ആർ മൈ ഷൂ, അതെൻ്റെ ഷൂ ആണ്, ദോസ് ആർ മൈ ഷൂസ്, അതെൻ്റെ ഷൂസാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിളാണ്. അവിടെ 2 ഷൂ വന്നുകൊണ്ടാണ് അവിടെ 6 വന്നത്. അടുത്തത് യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്, നീയാണ് എൻ്റെ ബെസ്റ്റ് സുഹൃത്ത് എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്, നീയാണ് എൻ്റെ ബെസ്റ്റ് സുഹൃത്ത് എന്ന് നമ്മൾ പറയത്തില്ല. നമ്മൾ സാധാരണ പറയുന്നത് അയ്യോ നീയാണ് എൻ്റെ ബെസ്റ്റ് സുഹൃത്ത്, നീയാണ് എൻ്റെ നല്ല സുഹൃത്ത് നമ്മൾ പറയത്തില്ല. സെയിം മീനിങ് ആണ് യു ആർ മൈ ബെസ്റ്റ്, നീയാണ് എൻ്റെ നല്ല സുഹൃത്ത്, നീയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊരു ആശയമാണുള്ളത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. സാധാരണ അച്ഛന്മാരൊക്കെ പറയത്തില്ല നീയാണ് എൻ്റെ ഒരേ ഒരു മകൻ, യു ആർ മൈ ഒൺലി സൺ, അതാണ് എഴുതിയിരിക്കുന്നത്. യു ആർ മൈ ഒൺലി, നീയാണ് എൻ്റെ ഒരേ ഒരു മകൻ എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷനാണ് അവിടെ എഴുതിയിരിക്കുന്നത്. യു ആർ മൈ ഒൺലി സൺ എന്ന് വെച്ചാൽ മകൻ എന്നാണ് അർത്ഥം. യു ആർ മൈ ഒൺലി സൺ, നീയാണ് എൻ്റെ ഒരേ ഒരു പുത്രൻ, മകൻ എന്നൊക്കെയാണ് അർത്ഥം. അടുത്തത് യു ആർ ദ ഫസ്റ്റ് ഗസ്റ്റ് ടു അറൈവ്, താങ്കളാണ് ഇവിടെ വരുന്ന ആദ്യത്തെ അതിഥി അല്ലെങ്കിൽ ഗസ്റ്റ് എന്ന് വെച്ചാൽ അതിഥി എന്നാണ്. നമ്മളിപ്പോൾ ഒരു ഹോട്ടൽ നടത്തുക, നമ്മളൊരു റൂം നടത്തുക, അപ്പോൾ അവിടെ ആദ്യമായിട്ട് ഒരാൾ ഗസ്റ്റ് വരിക, അല്ലെങ്കിൽ അന്നത്തെ ദിവസം ഒരാൾ ആദ്യമായിട്ട് വരിക. അപ്പോൾ അയാളോട് ഞാൻ പറയുകയാണ് യു ആർ മൈ ഫസ്റ്റ് ഗസ്റ്റ് ടു അറൈവ്, താങ്കളാണ് ഇവിടെ എത്തുന്ന ആദ്യത്തെ ഗസ്റ്റ്. അറൈവ് എന്ന് വെച്ചാൽ എത്തുന്ന എന്ന ഒരു ആശയമാണ്. യു ആർ ദ ഫസ്റ്റ് ഗസ്റ്റ് ടു അറൈവ്, താങ്കളാണ് ഇവിടെ ആദ്യം വരുന്ന ഗസ്റ്റ് എന്നാണ് അത് അർത്ഥമാക്കുന്നത്. അടുത്ത സെൻറ്റൻസിലോട്ട് പോവാം. നമ്മൾ സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് വൈ ആർ യു ലേറ്റ്, നീ എന്താ ലേറ്റായത്. വൈ ആർ യു ലേറ്റ് എന്ന് വെച്ചാൽ നീ എന്താ ലേറ്റായി, നീ എന്താ ഇങ്ങനെ പരിപാടിക്ക് പോയിട്ട് വന്നിട്ട് ലേറ്റായി എന്ന് നമ്മൾ സാധാരണ ചോദിക്കത്തില്ലേ, ആശയമാണ് ഇതിനുള്ളത്. വൈ ആർ യു ലേറ്റ്, നീ എന്താ ലേറ്റായത്, നീ എവിടെ ആയിരുന്നു ഇത്ര നേരം, നീ എന്തുകൊണ്ടാണ് ലേറ്റായത്, ആ ആശയമാണിത്. വൈ ആർ യു ലേറ്റ്, നീ എന്താ ലേറ്റായത് എന്നൊരു ആശയമാണ് അതിനുള്ളത്. അടുത്ത കുറച്ച് സെൻറ്റൻസുകൾ നോക്കിയാണ് നമ്മൾ സ്ഥിരം എപ്പോഴും യൂസ് ചെയ്യുന്ന ചെറിയ 6 വെച്ചുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡുകൾ നോട്ട് ചെയ്ത് വെക്കുക. നമ്മളും എപ്പോഴും യൂസ് ചെയ്തേണ്ടി വരും. ഇതൊക്കെയാണ് ആക്ച്വലി ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഇങ്ങനെ വേണം നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ. വളരെ കൂളായിട്ട്, വളരെ ബേസിക് സെൻറ്റൻസുകൾ വളരെ കൂളായിട്ട് നാച്ചുറലായിട്ട് വേണം സംസാരിക്കാൻ. അങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് അങ്ങനെ സംസാരിക്കുമ്പോഴേ ഈവൻ ഈ നേറ്റീവ് സ്പീക്കേഴ്സിന് പോലും നമ്മളെ ഇഷ്ടപ്പെടുത്തുള്ളൂ. നമ്മൾ വളരെ കൂളായിട്ട് ഇംഗ്ലീഷിനെ നമ്മുടെ ശൈലി വേണം സംസാരിക്കാൻ. പല രീതിയിൽ നമ്മൾ ഉപയോഗിക്കും. നമ്മളോട് സംസാരിക്കാൻ ഇൻട്രസ്റ്റ്. നമ്മൾ മലയാളം നല്ല രസമായിട്ട് നല്ല രീതിയിൽ മലയാളം സംസാരിക്കുന്നവർ നമുക്ക് ഇഷ്ടമല്ല. നല്ല തമാശ രീതിയിൽ കേൾക്കാൻ ഭംഗിയുള്ള രീതിയിൽ മലയാളം സംസാരിക്കുന്നവർ നമുക്കും ഇഷ്ടമല്ല. നല്ല രീതിയിൽ സംസാരിക്കുന്നു. അതേപോലെ അവർക്കും നല്ല രീതിയിൽ നല്ല വൊക്കാബുലറി ഉള്ള ആളെ അല്ല, നല്ല ഭംഗിയായിട്ട് മീൻസ് ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല താളത്തിലും നമ്മുടേതായിട്ടുള്ള ഒരു ശൈലിയിലും പറയുന്നവരെയാണ് അവർക്ക് ഇഷ്ടം. സോ അതിന് ഏറ്റവും ബേസിക് എന്ന് വെച്ചാൽ ബേസിക് ഇംഗ്ലീഷ് തന്നെയാണ്. മാക്സിമം ബേസിക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിക്കുക. ഈവൻ നിങ്ങൾ ഔട്ട്സൈഡ് ഇന്ത്യയിൽ പോയാൽ നേറ്റീവ് സ്പീക്കേഴ്സ് ബേസിക് ഇംഗ്ലീഷ് അല്ലാതെ ഒന്നും അവർ സംസാരിക്കുന്നത് കേൾക്കാൻ പോലും നമുക്ക് സാധിക്കത്തില്ല. അതാണ് യഥാർത്ഥ ഇംഗ്ലീഷ്. നമ്മൾ വെരി ഹാർഡായിട്ടുള്ള കട്ടിയുള്ള ഇംഗ്ലീഷ് പഠിച്ചു വന്നതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ആശയത്തിലോട്ട് എത്താൻ ബുദ്ധിമുട്ട്. സോ നിങ്ങൾ ബേസിക് ഇംഗ്ലീഷ് വേണം പഠിക്കാൻ. നിങ്ങൾ ഇന്ത്യക്ക് പുറത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ
നമ്മൾ ഫേസ് ചെയ്യുന്ന എല്ലാ ഇംഗ്ലീഷും ബേസിക് ആയിരിക്കും. ഹാർഡായിട്ടുള്ള ഒരു ഇംഗ്ലീഷും നമ്മൾ ഫേസ് ചെയ്യത്തില്ല. സോ നിങ്ങൾ ധൈര്യമായിട്ട് ഇംഗ്ലീഷ് ഫോളോ അപ്പ് ചെയ്ത് പോകണം. ധൈര്യമായിട്ട് പുറത്ത് ജോലി ചെയ്യുന്നവർ സംസാരിച്ചു പോകണം. ഡോണ്ട് വറി. നമുക്ക് സെൻറ്റൻസിലോട് കിടക്കാം. ആർ യു ഷുവർ എന്ന് വെച്ചാൽ നിനക്ക് ഉറപ്പുണ്ടോ? അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ സുഹൃത്ത് പറയുക, അപ്പം അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന കാര്യം അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയുകയാണ്. അപ്പം ഞാൻ പറയുക, നീ പറഞ്ഞത് സത്യമാണോ? അതായത് ഉറപ്പായിട്ടുള്ള കാര്യമാണോ? നമുക്ക് അവിടെ ചെന്നാൽ ഇന്ന് സാധിക്കുമോ? അത് സാധിക്കുമോ? അങ്ങനത്തെ ഒരു ആശയമുള്ള സെൻറ്റൻസുകളില്ലേ, ആ ആശയമാണ് വരുന്നത്. ആർ യു ഷുവർ? നിനക്ക് ഉറപ്പാണോ അവിടെ പോയാൽ ഇന്നത് കിട്ടുമെന്ന്? നിനക്ക് ഉറപ്പാണോ ഇന്ന സ്ഥലത്ത് പോയാൽ ഇന്നത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന്? എന്നൊരാശയമാണ് ഇവിടെ ആർ യു ഷുവറിന് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. ആർ യു മാഡ് എന്ന് നമ്മൾ സാധാരണ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പം പെട്ടെന്ന് ടെൻഷനൊക്കെ അടിച്ച് ഒരുമാതിരി നമ്മുടെ ബുദ്ധിപരമായിട്ടൊക്കെ കാണിച്ചാൽ പെട്ടെന്ന് നമ്മുടെ സുഹൃത്തിന് ആർ യു മാഡ്, നിനക്കെന്താ ഭ്രാന്തായോ എന്നൊരു അർത്ഥമാണ്. ആർ യു മാഡ്, നിനക്കെന്താ ഭ്രാന്തായോ, നിനക്കെന്താ ഭ്രാന്താണോ എന്നുള്ളൊരു അർത്ഥമാണിത്. ആർ യു മാഡ്, നിനക്കെന്താ ഭ്രാന്താണോ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് അതേപോലെ തന്നെ ആർ യു ഓക്കെ എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ, എല്ലാം ഓക്കെ അല്ലേ, നിൻ്റെ മനസ്സ് ഓക്കെ, നിൻ്റെ മൈൻഡ് സെറ്റ് ഓക്കെ അല്ലേ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആർ യു ഓക്കെ, നീ ഓക്കെ അല്ലേ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ടെൻഷനൊക്കെ അടിച്ച് ഇരിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ സുഹൃത്ത് വന്ന് ചോദിക്കുന്നത് ആർ യു ഓക്കെ അല്ലേ, കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്നൊരാശയമാണ് അവിടെ ആർ യു ഓക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ അടുത്തൊരു സെൻറ്റൻസ്, ആർ യു ഹംഗ്രി. നമ്മൾ ഒരാളോട് വിശക്കുന്നുണ്ടോ എന്ന് എങ്ങനെയാണ് ചോദിക്കുന്നത്? ആ സെയിം ആണിത്. നമ്മൾ ഒരാളോട് വിശക്കുന്നുണ്ടോ, നിനക്ക് വിശപ്പുണ്ടോ എന്ന് ചോദിക്കുന്നത് നമ്മളിങ്ങനെയാണ്. ആർ യു ഹംഗ്രി, നിനക്ക് വിശക്കുന്നുണ്ടോ, നിനക്ക് വിശപ്പുണ്ടോ എന്ന് നമുക്ക് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഈ വേർഡാണ് യൂസ് ചെയ്യുന്നത്. ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്തോണം. ആർ യു ഹംഗ്രി, നിനക്ക് വിശക്കുന്നുണ്ടോ എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു സെൻറ്റൻസ്, ആർ യു കിഡിങ്. നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നവരാണ്. ഒരാൾ നമ്മളെ കളിയാക്കുകയോ അല്ലെങ്കിൽ മറ്റതിനെ പറ്റി കളിയാക്കുകയോ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ, ആർ യു കിഡിങ്, നീ എന്താ തമാശ പറയുകയാണോ, അല്ലാതെ നീ എന്നോട് തമാശ കാണിക്കുകയാണോ എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ? സെയിം അർത്ഥമാണത്. ആർ യു കിഡിങ്, നീ എന്താ തമാശ കാണിക്കുകയാണോ, തമാശ പറയുകയാണോ എന്നൊരു ആശയമാണ് അതിനോടുള്ളത്. അടുത്തത് നമ്മൾ സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ആർ യു സീരിയസ്, നീ പറയുന്നത് കാര്യമായിട്ടാണോ? ആർ യു സീരിയസ്, നീ പറഞ്ഞത് അല്ലെങ്കിൽ താൻ പറഞ്ഞത് ഉള്ള കാര്യമാണോ, സീരിയസ് ആയിട്ടുള്ള മാറ്ററാണോ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആർ യു സീരിയസ്, നീ പറഞ്ഞു വരുന്നത് സീരിയസ് ആണോ, അല്ലെങ്കിൽ നീ ചെയ്യുന്ന പ്രവൃത്തി സീരിയസ് ആണോ എന്നൊക്കെ ഒരു ആശയമാണ്. ആർ യു സീരിയസ്, നീ പറഞ്ഞു തന്നത് സീരിയസ് ആയിട്ടാണോ? ആർ യു സീരിയസ്, നീ പറഞ്ഞ മാറ്റർ സീരിയസ് ആണോ എന്നൊരു ആശയമാണ് വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് നമ്മുടെ ആറിൻ്റെ നോർമലായിട്ടുള്ള ഡെയിലി ടോക്ക് സംസാരങ്ങൾ. ഇത്രയേ ഉള്ളൂ. ആറ് വെച്ച് ഇനി പേടിക്കുകയൊന്നും വേണ്ട. ആറില്ലാത്തൊരു സെൻറ്റൻസുകളില്ല. ആറ്, ഈസ്, വാസ്, ആറ് ഇവയില്ലാത്ത സെൻറ്റൻസുകളില്ല. സോ നമ്മൾ ഇത്രയും ക്ലാസ്സുകൾ എടുത്ത് നമ്മൾ അതിലോട്ട് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടായിരുന്നു. സോ ഇതിനെപ്പറ്റി ഒന്നും ഇനി ഡൗട്ട് അടിക്കില്ല. വളരെ സിമ്പിളാണ്. നമ്മളിനി സംസാരിച്ച് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലൂടെ എല്ലാമായിരിക്കും പോകുന്നത്. നമുക്ക് ക്ലിയർ ആയിരിക്കും പോകുന്നത്. സോ ഇനിയിപ്പോൾ ഒരു സംശയം വരാൻ പാടില്ല. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡുകളും കാണുക. വേറിനെ പറ്റി എടുത്തിട്ടുണ്ട്, വാസിനെ പറ്റി എടുത്തിട്ടുണ്ട്, ഈസിനെ പറ്റി എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കാണുക. നമുക്ക് മറ്റുള്ള എപ്പിസോഡുകൾ ഉപകാരപ്പെടും. സോ എപ്പിസോഡുകൾ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.